ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് വട്ടപ്പാട്ട് മത്സരത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ചിരിക്കുന്നത്. വളരെയധികം സന്തോഷം തോന്നുന്നു. പ്രത്യേകിച്ച് ഇത് പഠിപ്പിച്ച നമുക്ക് സാറിനൊന്ന് പരിചയപ്പെടാം. സാർ എന്താണ് പേര്? എൻ്റെ പേര് മുഹമ്മദ് മുദിരിക്കത്ത്, കോട്ടപ്പുറം. ഓക്കെ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കലോത്സവ വേദിയിൽ നിറസാന്നിധ്യമാണ് സാർ. എനിക്കൊന്ന് കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഹൈസ്കൂൾ വിഭാഗത്തിന് സമ്മാനം നേടിക്കൊടുത്തിട്ടുണ്ട് ദഫ്മുട്ടിൽ. ഇപ്പം 4 വർഷം തുടർച്ചയായിട്ട് സമ്മാനം നേടിക്കൊടുത്തിട്ടുണ്ട് നമ്മുടെ വട്ടപ്പാട്ട് മത്സരത്തിൽ. ഓക്കെ. എത്ര ദിവസം കൊണ്ടാണ് സാർ ഇത് പ്രാക്ടീസ് ചെയ്ത് തിട്ടപ്പെടുത്തിയത്? പ്രാക്ടീസ് ഏകദേശം ഒരു 3 മാസത്തോളമായി, 3-4 മാസത്തോളമായി പ്രാക്ടീസ് ചെയ്യുന്നു. ഇങ്ങനൊരു നീണ്ട ഒരു കാലത്തേക്ക് എല്ലാ വർഷവും സാറിൻ്റെ ശിഷ്യന്മാർ തന്നെ സമ്മാനങ്ങൾ വാരിക്കൂട്ടെന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ സാറ് പ്രയോഗിക്കുന്ന ട്രിക്ക് ഉണ്ടോ അതിനകത്ത്? ട്രിക്ക് എന്ന് വെച്ചെങ്കിൽ എൻ്റെ കുട്ടികളെ ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ അച്ചടക്കവും ബഹുമാനവും, മുഖ്യമായിട്ടും നമ്മളെ മുൻപാട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ ഞാൻ പ്രാതിനിധ്യം കൊടുക്കും. അതുകൊണ്ടാണ് എനിക്ക് പ്രൈസ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൽ പാട്ട് പാടിയതാരാ? എൻ്റെ റഫ്നാജ് റഫീഖ്. എങ്ങനെ പോകുന്നു മത്സരം? എങ്ങനെ പൊതുവെ നല്ല നിലവാരം പുലർത്തിയോ മറ്റുള്ള മൊത്തം മത്സരം നോക്കുമ്പോൾ? മത്സരം ഭയങ്കര ടൈറ്റ് ആയിരുന്നു. എല്ലാ ടീമും നല്ല പ്രകടനം കാഴ്ചവെച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയോണ്ടാണല്ലോ ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ ഏതായാലും സംസ്ഥാന കലോത്സവത്തിലും ഇതുപോലെ നല്ല പ്രകടനം ചെയ്യുകയും അതോടെ ഫസ്റ്റ് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് പേര്? ഇജാസ്. റഫ്നാജ് റഫീഖ്. വാരിസ്. മുഹമ്മദ് സക്കീർ. ഇവിടെ പേരെങ്ങനെ? അംബ്രാസ്. റസാഖ് അഹമ്മദ്. നഷീദ്. ഹിലാൽ. ജാവിസ്. ബെനി സദർ. നിങ്ങൾ ചെറിയൊരു സമയം കൊണ്ടാണ് ഇത് പഠിച്ചെടുത്തത് അല്ലേ? 4 മാസം. 4 മാസത്തോളം നല്ലൊരു പ്രയത്നം ഇതിൻ്റെ പിന്നിലുണ്ട്. ഓക്കെ സാർ, വേറെ എന്തെങ്കിലും മേഖലയിൽ ഉണ്ടോ ഇപ്പോൾ ചെയ്യുന്നത്? ഞാൻ സിംഗറാണ്. എൻ്റെ ഒരു ഓർക്കസ്ട്ര ഉണ്ട്, JM ഓർക്കസ്ട്ര എന്നുള്ള ഒരു ഓർക്കസ്ട്ര ഉണ്ട്. പിന്നെ ഇത് വട്ടപ്പാട്ട്, ദഫ്മുട്ട്, മാപ്പിളപ്പാട്ട്. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്, ഞാൻ ഈ സീസൺ ആരംഭിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് എൻ്റെ കൈ ഒടിഞ്ഞു. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച എൻ്റെ സുഹൃത്തുക്കളുണ്ട്. റംഷീദ്, ഷക്കീർ, അബൂബക്കർ. ഇവരെയും കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ നന്നായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അതായത് ഞാൻ ഈ സീസൺ ആരംഭത്തിൽ തന്നെ എൻ്റെ കൈ അപകടം പറ്റിയിരുന്നു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ പ്രാവശ്യത്തെ ഈ സീസണ് ചെയ്തത്. ദഫ്മുട്ടും നിങ്ങളുടെ സ്കൂൾ തന്നെയാണ് കേട്ടല്ലേ? ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ വട്ടപ്പാട്ടിലെ ചെറിയൊരു ഭാഗം ചെയ്യാമല്ലോ അല്ലേ? ചെറിയ ഭാഗം. ഓക്കെ, താങ്ക് യു. അപ്പം മധുരിമ തിപ്പായ് തളിരിന ചെപ്പായ് രുചിയിണ ചേർന്നിടുന്നേ, അതുമിക കൊതിയായി വിധമിലെ മണമായി പദവികൾ പലതായി പൊങ്കിടുന്നേ, സുപ്പുര നിറവായി അപ്പമിലൊളിവായി വെപ്പാൻ തലമിൽ എന്നാൾ വന്നേ, സൂപ്പുകൾ സുർക്കയിൽ മുക്കിയ മുട്ട മാലകളാകെയുമേകിടുന്നേ, ഏകിടും പലതരം പലഹാരങ്ങൾ, വിധമിലു നെയ്യപ്പം കുയ്യപ്പം വീരിത പാലപ്പം കലത്തപ്പം, വീതത്തിലായി പൊരിഞ്ഞുള്ള ദജാജും ശതും